CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് കൊടിയുയരുകയാണ്. നാളെ മുതലാണ് പ്രതിനിധി സമ്മേളനം. സമ്മേളനത്തിനെത്തുന്ന പ്രതിനിധികളെ വരവേൽക്കാൻ കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു. പതാക കൊടിമര ജാഥകൾ ഇന്ന് വൈകുന്നേരം എത്തിച്ചേരും. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സമ്മേളന സംഘാടക സമിതി ചെയർമാനുമായ KN ബാലഗോപാൽ ഇന്ന് പതാക ഉയർത്തും. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. സംസ്ഥാനത്ത് കണ്ണൂർ കഴിഞ്ഞാൽ CPIMന് ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ബ്രാഞ്ച് തലം മുതൽ ജില്ലാതലം വരെയുള്ള സമ്മേളനങ്ങൾ പൂർത്തിയാക്കി വിഭാഗീയ നീക്കങ്ങൾ മുളയിലെ നുള്ളിയാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് CPIM കടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായ കൊടിമര പതാക ജാഥകൾ ഇന്ന് വൈകിട്ട് പൊതുസമ്മേളന നഗരിയായ ആശ്രാമത്ത് സീതാറാം യെച്ചൂരി നഗറിൽ സമാപിക്കും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സമ്മേളന സംഘാടക സമിതി ചെയർമാനുമായ KN ബാലഗോപാൽ പതാക ഉയർത്തും. തുടർന്ന് ജില്ലയിലെ 23 രക്തസാക്ഷി സ്മൃതി കുടീരങ്ങളിൽ നിന്നുള്ള ദീപശിഖായാത്രകൾ സംഗമിച്ച് പ്രതിനിധി സമ്മേളന വേദിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സ്ഥാപിക്കും. നാളെ പ്രതിനിധി സമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ CPIM കോർഡിനേറ്റർ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും വിവിധ ജില്ലകളിൽ നിന്നുള്ള 486 പ്രതിനിധികളും 44 നിരീക്ഷകരും അതിഥികളുമടക്കം 530 പേർ സമ്മേളനത്തിന്റെ ഭാഗമാകും. 24 കൊല്ലം. കൊല്ലം ആശ്രാമ മൈതാനത്ത് നിന്ന് നമുക്കൊപ്പം R ശ്രീജിത്ത്, ദീപക് തർമണം, തനീഷ് തമ്പി, R അരുൺരാജ് എന്നിവർ ചേരുന്നു. ആദ്യം ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കൊല്ലം നഗരം ഈ വലിയ സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യം ശ്രീജിത്താണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ശ്രീജിത്ത്, ഈ സംസ്ഥാന സമ്മേളനത്തിന് ആമുഖമായി ശ്രീജിത്തിന് എന്താണ് പറയാനുള്ളത്? SKN ഗുഡ് മോർണിംഗ്. CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. 30 വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് സമ്മേളനം നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രാമം മൈതാനിയിലാണ്. ഇവിടെയാണ് പൊതുസമ്മേളന നഗരി. ഇവിടെ കാണുന്ന ഈ പൊതുസമ്മേളനത്തിനായിട്ടുള്ള വലിയ സ്റ്റേജ് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെയാണ് ഇന്ന് വൈകുന്നേരം ദീപശിഖ കൊടിമര പതാക ജാഥകൾ സംഗമിക്കുന്നത്. കയ്യൂരിൽ നിന്നുള്ള പതാക ജാഥ M സ്വരാജ് നയിക്കുന്ന ജാഥയും ഒപ്പം തന്നെ വയലാറിൽ നിന്നുള്ള ദീപശിഖ ജാഥ അത് PK ബിജു നയിക്കുന്ന ജാഥയാണ്. ഒപ്പം തന്നെ ശൂരനാട് നിന്ന് CS സുജാ നേതൃത്വത്തിൽ രാവിലെ 9 മണിക്ക് കൊടിമര ജാഥയും ആരംഭിക്കും. ഈ 3 ജാഥകളും പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള ഈ നഗറിൽ സംഗമിക്കുന്നു. ഇവിടെയാണ് വൈകുന്നേരം പതാക ഉയർത്തുന്നത്. ഈ പതാക ഉയർത്തുന്നതോടെയാണ് CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഔപചാരികമായ തുടക്കമാകുന്നത്. സംഘാടക സമിതിയുടെ ചെയർമാനായും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ധനമന്ത്രി KN ബാലഗോപാലാണ് പതാക ഉയർത്തുന്നത്. കൊല്ലത്ത് സമ്മേളനം അതിന്റെ ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. കൊല്ലത്ത് 30 കൊല്ലത്തിന് ശേഷം വരുന്ന ഈ സമ്മേളനം ഏതാണ്ട് CPIMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനപരമായ സംഘടനാ പ്രശ്നങ്ങളില്ലാത്ത ഉൾപാർട്ടി സമരങ്ങളില്ലാത്ത ഒരു സമാധാനപൂർവ്വമായ സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ, ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. സംസ്ഥാന സമ്മേളനം പലപ്പോഴും റിപ്പോർട്ട് ചെയ്ത് പരിചയമുള്ള ഞങ്ങളുടെ പ്രതിനിധി ദീപക് തർമണം ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന സമ്മേളനത്തിന് എന്ത് പ്രത്യേകതയാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സമ്മേളനം CPIMനെ സംബന്ധിച്ചിടത്തോളം അതൊരു സംഘടനാ പരിപാടിയാണ്. 3 വർഷം കൂടുമ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കും. ഈ പ്രാവശ്യം വിഭാഗീയതയില്ലാത്ത ഉൾപാർട്ടി പ്രശ്നങ്ങളില്ലാത്ത സമ്മേളനമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളത്തിന് നയരേഖ എന്നുള്ളത് പാർട്ടി അംഗീകരിക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയായി പ്രത്യേകിച്ചും ഇപ്പോൾ കേന്ദ്ര സഹായം കൂടുതൽ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ നിലനിൽക്കുമ്പോൾ നവകേരളത്തിന് പുതുവഴി എന്ന രേഖ ഈ സമ്മേളനം അംഗീകരിക്കും. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ് അത് അവതരിപ്പിക്കുക. ആ രേഖ വിശദമായി കേരളത്തിൻ്റെ വികസനം, നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള അടുത്ത തുടർ നടപടികളെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കും. ആ രേഖ തന്നെയായിരിക്കും ഒരുപക്ഷെ പൊതുസമൂഹത്തെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. SKN.